അള്ളാഹുവിനോട് സത്യം ചെയ്തുകൊണ്ട് ഒരു കാര്യം അവർ തീർപ്പാക്കി പറഞ്ഞാൽ അതങ്ങനെ തന്നെ പൂർത്തീകരിച്ചു കഴിഞ്ഞു. എന്തേ കാരണം? ഈ പറഞ്ഞ വാക്ക് പിൻവലിക്കാൻ പറ്റൂല. ഇവർ അള്ളാഹുവിന്റെ അടുത്ത ആളുകളാണ്. അള്ളാഹുവിനോട് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നാവ് കൊണ്ടും എല്ലാം കൊണ്ടും അടുത്തവരാണ്. ആ അടുത്ത ആളുകളുടെ നാവിലൂടെ വന്ന് വീഴുന്ന വാക്കില്ലേ, അത് ആ രൂപത്തിൽ തന്നെ സ്വീകരിക്കപ്പെട്ടു പോയി. അതിന് പിന്നെ മാറ്റമില്ല. അത് ഇവിടെ തന്നെ ഇരിക്കുമ്പോ ബഹുദൂരം അപ്പുറത്തുള്ള കാര്യങ്ങൾക്ക് അവർ പ്രതിവിധി പറയുമോ? പ്രതിവിധി പറയും. പരിഹാരമുണ്ടാക്കുമോ? പരിഹാരമുണ്ടാക്കും. നിർദ്ദേശിക്കാൻ കഴിയുമോ? നിർദ്ദേശിക്കാൻ കഴിയും. വലിയ വലിയ മഹാന്മാരൊക്കെ അങ്ങനെ ചെയ്തില്ലേ? ഔലിയാക്കളെ കൂട്ടത്തിൽ നേതാക്കളായ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലേ, സ്വഹീഹായ സംഭവമല്ലേ, ധാരാളം ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിക്കപ്പെട്ടതല്ലേ. മദീന പള്ളിയിൽ വെള്ളിയാഴ്ച ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോ നിങ്ങൾ നോക്ക്, ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നതിനിടയില് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നാവിൽ നിന്ന് ഖുതുബ കേൾക്കാൻ വേണ്ടി വന്നവരോടല്ലാത്ത ഒരു ശബ്ദം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, യാ സാരിയ അൽ ജബൽ അൽ ജബൽ. 10 ദിവസം മുമ്പ് മദീനയിൽ നിന്ന് യാത്ര പോയ ചെറിയ പോരാളികളായ സാരിയത്ത് ബിൻ ഹിസ്ം റളിയല്ലാഹു അൻഹു, ആ കൂട്ടത്തിൽ അമീറാണ്, നേതാവാണ്. സാരിയത്ത് ബിൻ ഹിസ്ം റളിയല്ലാഹു അൻഹു എവിടെയാണ്? നഹാവന്തിലാണ്. മദീനയിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്താണ്. മലയുടെ മുകളിൽ ഒരു താഴ്വരയിൽ സാരിയത്ത് ബിൻ ഹിസ്ം റളിയല്ലാഹു അൻഹു നിൽക്കുമ്പോ മദീന പള്ളിയിൽ മിമ്പറിൽ നിന്ന് വിളിക്കുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ, യാ സാരിയ അൽ ജബൽ അൽ ജബൽ. സാരിയത്ത് ബിൻ ഹിസ്ം തങ്ങളെ, പർവ്വതമൊന്ന് നോക്കണം, പർവ്വതമൊന്ന് ശ്രദ്ധിക്കണം, പർവ്വതമൊന്ന് നോക്കണം. ഒരൊറ്റ വാക്ക് പറഞ്ഞപ്പോ ആ വാക്ക് സാരിയത്ത് ബിൻ ഹിസ്ം റളിയല്ലാഹു അൻഹു കേട്ടോ ഇല്ലേ? അതറിയണ്ടേ? ഒരാഴ്ച കഴിഞ്ഞ് മഹാനവറുകൾ സംഘത്തോടും തിരിച്ചു വരുമ്പോ മദീന പള്ളിയിൽ വെള്ളിയാഴ്ച ഖുതുബ കേൾക്കാൻ വേണ്ടി വന്നിരുന്ന ആളുകൾ അവരോട് ചോദിച്ചു, നിങ്ങളെയാണല്ലോ മിമ്പറിൽ വെച്ച് അമീറുൽ മുഅ്മിനീൻ വിളിച്ചത്, നിങ്ങളത് കേട്ടോ? നിങ്ങൾക്ക് വല്ല പരിഹാരവും കിട്ടിയോ? സാരിയത്ത് ബിൻ ഹിസ്ം റളിയല്ലാഹു അൻഹു പറഞ്ഞു, കേട്ടു. കേട്ടു എന്ന് മാത്രമല്ല, അങ്ങനത്തെ ഒരു ശ്രദ്ധ അന്ന് കിട്ടിയില്ലായിരുന്നുവെങ്കിൽ എന്റെ കൂടെയുള്ള ഈ അനുചരന്മാർ ഒറ്റൊന്നും ബാക്കിയുണ്ടാകൂല. അത്രയും തന്ത്രപരമായി ശത്രുക്കൾ ഒരു ഭാഗത്തുകൂടെ കുതിച്ചു കയറുന്നുണ്ടായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നോക്കുന്നത് എങ്ങോട്ടാണ്? അതിനിടയിൽ മലകളില്ലേ, കുന്നുകളില്ലേ, മരങ്ങളില്ലേ, കെട്ടിടങ്ങളില്ലേ, മദീന പള്ളി തന്നെ മറയല്ലേ. പക്ഷേ ഫൈദാ അഹ്ബബ്തുഹു, ഖുദ്സിയായ ഹദീസിലൂടെ പഠിപ്പിക്കപ്പെട്ടില്ലേ? ഹദീസിന്റെ സ്വീഹത്തിന് കുറവൊന്നുമില്ല. ഫൈദാ അഹ്ബബ്തുഹു കുന്തു സമഅഹുല്ലദീ യസ്മഉ ബിഹി വബസറഹുല്ലദീ യബ്സുറു ബിഹി വയദഹുല്ലതീ യബ്തിശു ബിഹാ വരിജ്ലഹുല്ലതീ യംശീ ബിഹാ. ഞാനൊരു അടിമയെ അങ്ങ് സ്നേഹിച്ചു കഴിഞ്ഞാൽ, എങ്ങനെ സ്നേഹിക്കും? ഫർളും സുന്നത്തും ജീവിതത്തിൽ കൃത്യമാക്കി നിത്യമാക്കി പതിവാക്കിയിട്ട്, അതുകൊണ്ട് കൽബും ശരീരവും നാക്കും അവയവങ്ങളും അള്ളാഹുവിന്റെ മാർഗത്തിൽ പൊരുത്തപ്പെട്ട രൂപത്തിൽ അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ ഞാൻ അവനെ വല്ലാതെ ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാലോ അവൻ കേൾക്കുന്ന കേൾവി ഞാനാകും, അവൻ കാണുന്ന കാഴ്ച ഞാനാകും, അവൻ പിടിക്കുന്ന കൈ ഞാനാകും, അവൻ നടക്കുന്ന കാല് ഞാനാകും. എന്താണ് അതിന്റെ അർത്ഥം? ദൂര അടുപ്പ വ്യത്യാസമില്ലാതെ ഏതും കേൾക്കാൻ കഴിയും, ഏതും കാണാൻ കഴിയും, ഏതും നിയന്ത്രിക്കാൻ കഴിയും, എത്ര ദൂരത്തേക്കും നടന്നെത്താൻ കഴിയും. അവർക്ക് വാഹനങ്ങൾ വേണ്ട, അവർക്ക് സംവിധാനങ്ങൾ വേണ്ട, ആധുനിക യുഗത്തിലെ സൗകര്യങ്ങളൊന്നും വേണ്ട. സുബ്ഹാനല്ലാഹ്, അവർ കാണാൻ ഉദ്ദേശിച്ചൊന്ന് നോക്കിയാൽ മതി, അവരൊന്ന് പറഞ്ഞാൽ മതി, അവരൊന്ന് നിശ്ചയിച്ചാൽ മതി, അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കുന്നു. അതല്ലേ ഖുർആൻ അവരെ മഹത്വം പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞത്, ലഹും മാ യശാഊന ഇൻദ റബ്ബിഹിം. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ എന്താണോ അവർ ഉദ്ദേശിക്കുന്നത്, റബ്ബ് സുബ്ഹാനഹു വ തആല അത് നിറവേറ്റി കൊടുക്കുന്നു. അത് നമ്മുടെ ദൃഷ്ടിയിൽ, നമ്മുടെ കാഴ്ചപ്പാടിൽ ഒരു പക്ഷേ നടക്കാത്ത കാര്യമാണെന്ന് തോന്നിയാലും അല്ലാഹു ജല്ല ജലാലുഹു അത് നടത്തിക്കൊടുക്കുന്നു. അവരെ വാക്ക് വെറുതെയാകാൻ പാടില്ല.
അവരുടെ നിശ്ചയം വെറുതെയാകാൻ പാടില്ല. അവർ പറഞ്ഞതുപോലെ കാര്യങ്ങൾ നടക്കും. 1 അല്ല 10 അല്ല, ധാരാളം കാണാം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒറ്റ വിളി വിളിച്ചിട്ടില്ലെങ്കിൽ എന്റെ കൂടെയുള്ള ആൾക്കാരൊന്നും ബാക്കി ഉണ്ടാകൂല. എത്ര ദൂരത്തേക്കാ വിളിച്ചത്? എത്ര ദൂരത്തേക്ക് വിളിച്ച വിളിയാണ്? മദീന പള്ളിയുടെ മിമ്പറിൽ ഖുത്ബോദിന്റെ ഇടയിൽ നോട്ടം എങ്ങോട്ടാണ്? മുന്നിലുള്ള ആളുകളെ നോക്കുന്നതിനോടൊപ്പം മഹാനവറുകളുടെ നോട്ടം പോയത് എത്ര കിലോമീറ്റർ അപ്പുറത്തേക്കാണ്? മറകളൊന്നും തടസ്സമല്ല, ഒന്നും തടസ്സമല്ല. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായി മാറിയപ്പോൾ അവരുദ്ദേശിക്കുന്ന ഉദ്ദേശങ്ങൾ കേൾക്കേണ്ട രൂപത്തിൽ കേൾപ്പിക്കാൻ. നമ്മളൊക്കെ സൗകര്യങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരല്ലേ? അത്രേ നമ്മളെ കൊണ്ട് കഴിയുള്ളൂ. അവർക്കുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളൊക്കെ ഇതാണ്. ഏത്? കുന്തു സമഅഹുല്ലദീ യസ്മഉ ബിഹി വബസറഹുല്ലദീ യബ്സുറു ബിഹി വരിജ്ലഹുല്ലതീ യംശി ബിഹാ. അവർ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്തുന്നു.